ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ചക്ക കൊണ്ട് എത്ര വിഭവങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് അല്ലേ? ചക്ക പുഴുക്ക്, ചക്ക വരട്ടിയത്, പിന്നെ ഫ്രൈ ചെയ്തത്, പച്ചക്ക് നമ്മൾ തിന്നണത്, പഴുത്തുകാണ്ട് നമ്മൾ തിന്നണത്, അങ്ങനെ ഒരുപാട് വിധത്തിൽ നമ്മൾ ചക്ക തിന്നാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടിയത് എന്ന് പറഞ്ഞാൽ നല്ലോണം പഴുത്ത ചക്ക വരട്ടിയെടുക്കുന്നത്. ഒരുപാട് ചക്കയെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലായാലും ചക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നിച്ചെന്നെ പഴുത്തിട്ട് ചീഞ്ഞു പോകും. നമുക്ക് മറ്റുള്ളവർക്ക് പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും. അങ്ങനെ കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കൂടുതൽ ചക്ക കിട്ടുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് ചക്ക. ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ചക്ക ഒഴിവാക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ മധുരം ഇഷ്ടമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്, കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് ജാമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ, അതിനൊക്കെ പകരമായിട്ട് ഇങ്ങനെ ചക്ക കൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ദോശന്റെ ഒക്കെ കൂടെ ഇത് കൊടുക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുമാണ്. നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. പുറത്തുനിന്നുള്ള കെമിക്കൽ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഒഴിവാക്കിയെടുക്കാം. മാംഗോ കൊണ്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. മാംഗോ, പൈനാപ്പിൾ എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 2-3 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കണം എന്നുള്ളൂ കേട്ടോ. ഒരു ചക്കയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ 2-3 മണിക്കൂർ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ നമ്മുടെ ചക്ക വരട്ടിക്ക് വേണ്ടിയിട്ട് ചക്കൊക്കെ ഞാനിവിടെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെന്ന് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചക്കന്റെ ശർക്കരന്റെ മണം അടിച്ചിട്ടേ ഇപ്പൊ തന്നെ ഇതൊന്ന് കോരിക്കൊണ്ടേ തിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായി ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ചക്ക വരട്ടിക്ക് വേണ്ടിയിട്ട് ചക്കൊക്കെ ഞാനിവിടെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെന്ന് എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് എല്ലാം ഒരു മടല് പോലും ഇല്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആകെ 4 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്കേന്റെയും ശർക്കരപ്പാനിയുടെ ഒക്കെ സ്മെല്ലടിച്ചാൽ തന്നെ ഈച്ച ഉറുമ്പൊക്കെ ഓടി വരും, എവിടുന്നെങ്കിലും ഓടി പഠിച്ചു വരും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര വെച്ച് കൊടുക്കുകയാണ്. ഇതിലൊക്കെ ഒത്തിരി കുറുമ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കുറുമ്പുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. മണലും തരികളൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, മണലൊക്കെ ഉണ്ട് അടിയിൽ. ഈ സ്ട്രെയിനറിലും അതുപോലെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനിയാക്കി എടുക്കുന്നത്. ഓൾറെഡി ഞാൻ അടുപ്പത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല് ചോറും കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അടുപ്പാണ്. നല്ലോണം തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അടുപ്പത്തേക്കാണ് ഞാൻ അവിടെ ചക്ക ഇട്ട് വെച്ചിരിക്കുന്ന ഉരുളി വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ഒന്ന് വെന്തോട്ടെ. ഫസ്റ്റ് ഇതിലേക്ക് ചൂടൊക്കെ ഒന്ന് കയറുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടൊക്കെ ഒന്ന് കയറി നല്ലോണം ഒന്ന് രാവി വരട്ടെ, എന്നിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ചക്കയൊക്കെ നല്ലതുപോലെ തിളച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പൊ ഇതിലിപ്പോ നല്ലോണം വെള്ളം പൊടിഞ്ഞിട്ടുണ്ട്, ചക്കയിലുള്ള വെള്ളമൊക്കെ. ഈ ചക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ഇളക്കുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പരുവത്തിലായിട്ട് കിട്ടണം നമുക്ക്. അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പൊ ഇത് ഇളക്കിക്കൊണ്ടിരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ചക്ക കുറച്ചായതുകൊണ്ടും പിന്നെ ഒരല്പം മധുരം ചക്കക്ക് ഉള്ളത് കൊണ്ടും മാത്രമാണ്, അല്പം നല്ല കേട്ടോ, നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്ക് ഇപ്പോൾ മഴക്കാലൊക്കെ അല്ലേ, വെള്ളം കയറിയിട്ട് മധുരം പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ചക്ക നിങ്ങൾ എത്ര വലുതാണോ എത്ര കൂടുതലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർക്കാട്ടോ. ഏകദേശം 1/2 മണിക്കൂറായി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇതിന്റെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ ഒരുപാട് സമയം നിന്നുകൊണ്ട് റെഡിയാക്കേണ്ട സംഭവമാണ് കേട്ടോ. വീണ്ടും ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ സോഫ്റ്റ് ആയിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഴഞ്ഞു പോകുന്ന പരുവത്തിലായിട്ടുണ്ട്. അല്ല, കട്ടിയുള്ള ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ടുള്ളൊരു പരുവല്ലേ നമ്മൾ ചക്ക ഉണ്ടാവുക. അപ്പൊ അതൊക്കെ പോയിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 40 മിനിറ്റ് ആയിട്ടോ.
ഇത് വെച്ചിട്ട് എത്ര സമയം എടുത്തുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ചക്ക റെഡിയാക്കി എടുക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പൊ തന്നെ ശർക്കരേന്റെ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ സമയം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ശർക്കര വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ തീ കുറച്ച് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇളക്കി ഇതൊരു ഡോ പരുവത്തിലാക്കി എടുക്കുകയാണ് വേണ്ടത്. സ്മാഷർ വെച്ചിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക ഹൽവൻ്റെ ഒക്കെ ടെക്സ്ചർ വരും. അപ്പൊ നമ്മുടെ ചക്ക ഏകദേശം വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങേന്റെ പകുതി കൊണ്ട് ചുരണ്ടിയിട്ട് അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടോ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പാല് പിടിച്ചിട്ടൊന്നുമില്ല, പാല് പിടിക്കണമൊന്നുമില്ല കേട്ടോ. ഒരു നൂൽപ്പരുവായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിട്ട് വിട്ട് വെക്കുമ്പോൾ നൂലായിട്ട് കാണാൻ പറ്റൂ കേട്ടോ. കണ്ടോ ശർക്കരയും ചക്കയുടെ ഒക്കെ നല്ലോണം കുക്കായതിന്റെ ലക്ഷണമാണ് അത്. അപ്പൊ തേങ്ങ 2 വിധത്തിലാക്കിയിട്ട് ഞാൻ ചുരണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളൂ. അപ്പൊ ഇനി ഒരു പാത്രത്തിലുള്ളത് ഞാൻ തേങ്ങാപ്പാലാക്കി എടുത്തിട്ട് വരാം. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ചുരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ചക്കേന്റെ ശർക്കരന്റെ മണം അടിച്ചിട്ടേ ഇപ്പൊ തന്നെ ഇതൊന്ന് കോരിക്കൊണ്ടേ തിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതൽ സമയത്ത് അടുപ്പത്ത് വെച്ചാൽ ഇതിങ്ങനെ വെച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴൊക്കെ കുറഞ്ഞ തീയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഒരല്പം കൂട്ടി കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് തുടങ്ങി. ഇപ്പോൾ ഞാൻ തീ ഒരല്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നല്ലതുപോലെ തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണോ ഒരുപാട് സമയം ഇപ്പോൾ ഇത് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. ഇത്ര കുറച്ച് ചക്കയായിട്ട് പോലും 2 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്തും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ തവി വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ ഒന്ന് ചട്ടകം വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ തേങ്ങാപ്പാലൊന്ന് വറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാനിൽ പിടിച്ചു പോകും കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇതൊന്ന് പുക ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല കേട്ടോ, 2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇതിൽ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ നേരത്തെ ചുരണ്ടി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തല്ല തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ കാഷ്യോ ബദാമോ എന്ത് വേണമെങ്കിലും നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിലും മാത്രം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളടുത്ത് തേങ്ങയൊന്നും ഇല്ലെങ്കിലും ശർക്കരയും ചക്കയും മാത്രം. ഒരുപാട് ചക്ക കേടുവന്ന് ചീഞ്ഞൊക്കെ പോകുന്നുണ്ടാവും. അത് പഴുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കുമ്പോൾ തിന്ന് തീരൂല. ചിലപ്പോൾ ഓവറായിട്ട് പഴുത്തത് വേറെ ആർക്കും കൊടുക്കാനൊക്കെ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം അത്രയും ടേസ്റ്റാണ് ഇതിന്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കൂട്ടോ. അതാണ് ഇപ്പൊ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ. ഇത്തര വീട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ താത്താക്കാണ് ഒരുപാട് ചക്ക കിട്ടുന്നത്. അവർക്ക് എപ്പോഴും തന്നെയാണ് പണി. ഒരു ചക്ക കിട്ടിയിട്ടുണ്ടോ അവൾ അന്ന് ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കും. കണ്ടോ നല്ല അടിപൊളി കളറൊക്കെയാണ് കേട്ടോ. എൻ്റെ സ്മെല്ലോണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. കാക്കു ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വന്നപ്പോ തന്നെ പറഞ്ഞത് നീ ശർക്കര വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നാണ്. അടിപൊളി മണാണ് കേട്ടോ. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി വെക്കാം. 5 മിനിറ്റിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്.
ഇതിപ്പോ ഇനി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേടുവന്ന് പോകുമൊന്നുമില്ല, ആ ടെൻഷനൊന്നും വേണ്ട ആർക്കും. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ പുറം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരോ ഫാമിലീസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടാവും കേട്ടോ. ഷുഗറുള്ള കഴിക്കാൻ പറ്റാത്ത ആളുകൾ മാത്രമേ ഉള്ളൂ ഇത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർ മാത്രമേ ഉള്ളൂ ചക്കയൊക്കെ കഴിക്കാതിരിക്കുക. ഒരുപാട് ശരീരം ചൂടായവർക്കൊക്കെ ചക്ക ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവർ മാത്രം, അല്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് എടുത്തു വെക്കാം കേട്ടോ. ചക്കയും ശർക്കരയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തു വെക്കാം. ഇപ്പോൾ 1 വർഷം, ഇപ്പോൾ ഈ വർഷം ചക്ക കിട്ടി അടുത്ത വർഷത്തേക്കോ 2 വർഷത്തേക്കൊക്കെ വേണമെങ്കിലും എടുത്തു വെക്കാം കേട്ടോ. ഒരു പൂപ്പലൊന്നും കയറൂല. നിങ്ങൾക്ക് അങ്ങനെ ധൈര്യക്കുറവുണ്ടെങ്കിൽ, എടുത്തു വെക്കാൻ ധൈര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒന്ന് ബോട്ടിലൊന്ന് ചെക്ക് ചെയ്തിട്ട് പൂപ്പൽ കയറാൻ ചാൻസ് ഉണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഇതുപോലെ ഒന്നും കൂടെ പാനിലിട്ട് ചൂടാക്കിയിട്ട് വീണ്ടും തണുത്തതിന് ശേഷം ബോട്ടിലാക്കി എടുത്ത് വെക്കുക. അപ്പം ഞാൻ എൻ്റെ പാനൊന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇത് കട്ട പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ബോട്ടിൽ എടുത്ത് വെക്കാനൊന്നും പറ്റൂല. കാരണം എന്താണെന്നോ, ഇതിപ്പം തന്നെ കാലിയാവും. ഒരു പാത്രത്തിൽ ഇടുന്നത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അപ്പോൾ ഇത് കാലിയാവും. ഞാനിവിടെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ബൗളാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇത് തിന്ന് തീരാൻ മാത്രമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ബൗളിലേക്ക് തന്നെ മാറ്റുന്നത്. അല്ലെങ്കിൽ കൂടുതലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്ക വരട്ടിയത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ വെച്ച് കൊടുത്തത് എന്നുള്ളൂ. അല്ലാതെ കാഷ്യൂ വറുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്ന കൂടെ തേങ്ങ ചുരണ്ടിയത് ചേർത്തിട്ടില്ലേ, ആ സമയത്ത് തന്നെ കാഷ്യൂ വറുത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് നെയ്യോ ഓയിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ അത് തന്നെ മതി. നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക്. അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരുപാട് നാള് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ജാമ് പോലെ സൂക്ഷിക്കാന്ന് വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും. ഇത് ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിക്കണമെന്നില്ല കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തിക്കായിട്ടുള്ള രൂപത്തിലായിരിക്കും വരിക. അത് അല്ലാതെ പുറത്ത് ഗ്ലാസ് ജാറിലൊക്കെ ഇട്ടുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന അതേ ഇതിൽ തന്നെ വരും കേട്ടോ. കാരണം എന്താണെന്നോ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുപ്പായിട്ട് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യും അതുപോലെ തന്നെ തേങ്ങാപ്പാലിന്റെ എണ്ണയും കൂടിയിട്ട് കട്ടയായിട്ട് തിക്കായിട്ട് വരും. അപ്പൊ തണുപ്പ് ഇല്ലാതെ പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ, ഒരു 3-4 മാസം വരെ നമുക്കിത് ഗ്ലാസിന്റെ ജാറിലൊക്കെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ തികയൂല. അതുകൊണ്ട് ഇതുവരെ ഗ്ലാസ് ജാറിലൊന്നും ഇട്ട് വെക്കാനില്ല. ആകെപ്പാടെ ഒരു ചക്കയുടെ പകുതി വെച്ചാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കൂടുതലൊക്കെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു 10 വർഷത്തോളമായിട്ട് അടുപ്പിച്ച് എല്ലാ വർഷവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത്. ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പഴുത്ത ചക്ക കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ട്. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്തമാർക്കൊക്കെ ഒരു പ്രാവശ്യമാണ് ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശുശുവിന് മുന്നേ പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചക്ക, ഒരുപാട് പേര് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പഴുത്തത്. ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യവും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ 5 വർഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെ മക്കൾക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ടേസ്റ്റ് ആണ്, ഹെൽത്തി ആണ്, പിന്നെ കേട് കൂടാണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ ശർക്കര പഴുത്ത ചക്കയും കൂടെ വരട്ടി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് നമുക്ക് പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏലക്കായോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ചേർക്കാം. അതൊക്കെ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഫ്ലേവറിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.